ഹായ്, നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെയർ ഹെൽത്തിൻ്റെ പ്രീമിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അബാക്കസ് എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷനാണ് പ്രീമിയം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ കെയർ ഹെൽത്തിൻ്റെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ കോട്ട് കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പ്ലാൻ നെയിം, അതാണ് ആദ്യം വരുന്നത്. പ്ലാൻ നെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ മൗസ് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കെയർ സുപ്രീം എന്ന് പറയുന്നൊരു പ്ലാനാണ്. ഓക്കെ, അടുത്ത കോളം വരുന്നത് ബിസിനസ് ടൈപ്പാണ്. ബിസിനസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ന്യൂ ബിസിനസ്സും ഉണ്ട്, പോർട്ട് ബിസിനസ്സും ഉണ്ട്. ന്യൂ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായി തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെയാണ് ന്യൂ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലയൻറ്റിന് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, വേറൊരു കമ്പനിയിലായിരിക്കും. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് പോർട്ട് ചെയ്യാനായിട്ട്, അതായത് കേരളയ്ക്ക് പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനെ പോർട്ട് ബിസിനസ് എന്നും പറയും. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പോർട്ട് എന്നും, ന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ന്യൂ ബിസിനസ്സുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ന്യൂ ബിസിനസ് സെലക്ട് ചെയ്തു, NB. അടുത്തത് പ്ലാൻ ടൈപ്പാണ്. പ്ലാൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെയർ സുപ്രീം സെലക്ട് ചെയ്തു. പിൻകോഡ് മസ്റ്റാണ് നമ്മളിവിടെ. അപ്പം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ പിൻകോഡ് എന്തായാലും നമ്മൾ അടിച്ചിരിക്കണം. ഇവിടെ ഞാൻ 680569 തളിക്കുളം ബേസ് ചെയ്തിട്ടുള്ളൊരു പിൻകോഡ് അടിക്കുന്നു ഞാൻ. പിന്നെ സെലക്ട് ചെയ്യേണ്ടത് കവറേജ് ആണ്. കവർ ടൈപ്പാണ്, ഫ്ലോട്ടർ ടൈപ്പാണോ ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ്, വ്യക്തികൾക്ക് മാത്രമായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപ കവറേജ് 5 അംഗ ഫാമിലി എടുക്കുന്നു. ഈ 5 അംഗത്തിനും കൂടിയിട്ടാണ് 5 ലക്ഷം എങ്കിൽ അതിനെ ഫ്ലോട്ടർ എന്നും, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും 5 ലക്ഷം രൂപ കവറേജ് ആണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ പോളിസി എന്നും പറയുന്നു. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഞാനിവിടെ ഇൻഡിവിജ്വൽ ചൂസ് ചെയ്തു. ഇനി ടോട്ടൽ നമ്പേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയാണോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണോ എന്നുള്ള രീതിയിലാണ്. നമുക്കിപ്പോൾ ഇതിവിടെ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂവെങ്കിൽ 1 സെലക്ട് ചെയ്യുന്നു. ഏജ് ഓഫ് മെമ്പർ, ഏജ് എത്ര വേണമെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ഏജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് 30 ഏജ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് സം ഇൻഷുവേർഡ് ആണ്. സം ഇൻഷുവേർഡ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത് ലാക്സിലാണ് കാണിച്ചിരിക്കുന്നത്. 5 ലാക്സ് മുതൽ അങ്ങോട്ട് 1 crore വരെയുള്ള 100 ലാക്സ് വരെയുള്ള ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ 5 ലാക്സ് വേണമെന്നുണ്ടെങ്കിൽ 5ൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ മൗസിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ആയി. 7ൻ്റെ അവിടെ എന്ന് വെച്ചാൽ 7ൻ്റെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ആണെങ്കിൽ 10ൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 5ൻ്റെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, 5 ലാക്സ്. ഇനി 10 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1 വർഷത്തേക്ക് വേണോ, 2 വർഷത്തേക്ക് ഒരുമിച്ചായിട്ടുള്ളത് വേണോ, 3 വർഷത്തേക്ക് ഒരുമിച്ചായിട്ടുള്ളത് വേണോ. അപ്പോൾ ഓരോ വർഷം നമ്മൾ സെലക്ട് ചെയ്യും തോറും നമ്മുടെ പ്രീമിയത്തിൽ ചെറിയ ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ സപ്പോസ് 1 ഇയർ ആണെങ്കിൽ നോർമൽ പ്രീമിയവും, 2 ഇയേഴ്സ് ആണെങ്കിൽ അതിലൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവുകയും, 3 ഇയേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഒരു ഉദാഹരണം കാണാം. ഇപ്പോൾ ഈ 5 ലാക്സിന് നമ്മളിപ്പോൾ ഏകദേശം വരുന്നത് 6599 രൂപയാണ് ഇപ്പോഴത്തെ കണ്ടിരിക്കുന്നത്. അത് 2 ഇയേഴ്സിനാകുമ്പോൾ ഏകദേശം 12856, ഏകദേശം 150 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. 3 ഇയേഴ്സിനാകുമ്പോൾ 19000, 3 ഇയേഴ്സിനാകുമ്പോൾ ഏകദേശം ഒരു 6550 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോ വർഷവും പ്രീമിയം കൂടുന്നതും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ അതിൽ 1 ഇയർ ചൂസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ കവറേജ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്കിതിൽ ആവശ്യമുള്ളത് നമുക്ക് വേണമെങ്കിൽ അൺടിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആവശ്യമില്ലാത്തത് അൺടിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പ്രീമിയം വ്യത്യാസം വരും. അൺലിമിറ്റഡ് കെയർ വേണമെന്നുണ്ടെങ്കിൽ, അൺലിമിറ്റഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും മേജർ എക്സ്പെൻസ് വരുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഒരു ലൈഫിൽ ഒരു തവണ കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ സപ്പോസ് ഒരാൾ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 10 കോടി രൂപയുടെ എക്സ്പെൻസ് വന്നു, അവയവങ്ങൾ മാറ്റിവെക്കുന്ന സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വന്നു, ഒരു ലൈഫിൽ 1 ടൈം ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിന് കവറേജ് കിട്ടുന്ന രൂപത്തിൽ അത്ര എമൗണ്ട് വേണമെങ്കിൽ, അതിന് ലിമിറ്റില്ല. അങ്ങനെയുള്ളൊരു പ്ലാനാണ് അൺലിമിറ്റഡ് കെയറിൽ ചെയ്യുമ്പോൾ. അത് 1 ടൈം കിട്ടുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രീമിയത്തിലൊരു വേരിയൻസ് വരും.
പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ബഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നത്. 7494. അതുപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന അസുഖത്തിന് നമ്മൾ 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അത് കുറയ്ക്കുന്നതിന് നമുക്ക് ഇൻസ്റ്റൻറ്റ് കവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഇൻസ്റ്റൻറ്റ് കവർ ആഡ് ചെയ്യുമ്പോൾ പ്രീമിയം കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റൻറ്റ് കവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രീമിയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 3 വർഷം എന്നുള്ളത് 30 ദിവസമായിട്ട് വെയിറ്റിംഗ് പീരീഡ് കുറയും. ആ 30 ദിവസത്തിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇനി വരുന്നത് കെയർ OPD ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കവർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം കയറും. ആ പ്രീമിയം കയറുന്ന കാൽക്കുലേഷനാണ് ഇപ്പോൾ ഈ ബഫർ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പറയുന്നത്. ഇൻസ്റ്റൻറ്റ് കവർ അധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഷുഗർ, കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ അവരെ ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻസ്റ്റൻറ്റ് കവർ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് കവറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് കെയർ OPD ആണ്. കെയർ OPD എന്ന് പറയുമ്പോൾ നമുക്ക് OP ബെനിഫിറ്റ്സ് കിട്ടുന്നൊരു പ്ലാനാണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ OP നമുക്ക് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർ OPD എന്നത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അതുപോലെ തന്നെ ക്ലെയിം ഷീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോൺ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കവർ ചെയ്യുന്നതാണ് ക്ലെയിം ഷീൽഡ് എന്ന് പറയുന്നത്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് കൂടും. അങ്ങനെ ഇതിന് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് പ്രീമിയത്തിൻ്റെ വേരിയൻസ് നമുക്ക് താഴെ തന്നെ ഇമീഡിയറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ പ്രീമിയം കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഓപ്ഷൻ ഇടുന്തോറും അതിൻ്റെ പ്രീമിയം കാൽക്കുലേഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും അൺടിക്ക് ചെയ്യാം. അതിൽ ചില ഓപ്ഷൻസ് ഇൻബിൽറ്റ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇൻബിൽറ്റ് ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. നമുക്ക് ഇൻബിൽറ്റ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. 1, 2 അല്ലെങ്കിൽ 2, 4 ഓപ്ഷൻസ് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രീമിയം കാൽക്കുലേഷൻ നടത്താവുന്നത്.